കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പരാതിയായിട്ട് വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്ന് പ്രവീണാണ്. 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെയോ പോയിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയില്ല, എവിടെയാണ് അവരിപ്പോഴെന്ന് അറിയില്ല. അതിനൊരു നീതി കിട്ടാൻ വേണ്ടിയാണ് പ്രവീൺ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പ്രവീണിനെ വിളിക്കാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് എൻ്റെ നമസ്കാരം. ചേർത്തല പ്രോപ്പറാണല്ലേ? അതെ. ആർട്ടിസ്റ്റാണ് പ്രവീൺ. അതെ. തെയ്യം ഭദ്രകാളി വേഷമാണ് കൂടുതലും. അമ്പലങ്ങളിലും ഒരു നാടൻപാട്ട് സമിതിയിൽ വർക്ക് ചെയ്യുകയാണ്. അറിയപ്പെടുന്നൊരു സമിതിയാണ്. ഇപ്പോൾ കേരളത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതിനോടൊപ്പം കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ വർക്കാണ്, കെട്ടിടം പൊളിക്കുന്ന വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വർക്കിന് പോകാൻ പറ്റുന്നില്ല. ചെറിയ വയ്യായിക്ക് എന്ത് വെച്ച് കാലെ കട്ടർ കൊണ്ടിരിക്കുക. ആരൊക്കെയുണ്ട് പ്രവീണിൻ്റെ വീട്ടിൽ? അച്ഛനും അമ്മയും 2 കുട്ടികളും ഞാനും. കൂടപ്പുറപ്പുകളായിട്ട് ഒരു സഹോദരിയാണ്. സഹോദരനെ കെട്ടിച്ചു ആലപ്പുഴയിലാണ്. കുടുംബ വീട്ടിൽ താമസിക്കുന്ന പ്രവീൺ. കുടുംബ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 10 വർഷം. 10 വർഷമായി. എന്താ പേര് ഇവരുടെ? വൈഫിൻ്റെ പേര് ആൽഫ എന്നാണ്. ആൽഫ. ഞങ്ങൾ സ്നേഹിച്ചു വിവാഹം കഴിച്ചതാണ്. ഒരു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തത്. കാര്യം ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. 10ാം ക്ലാസ് തോറ്റു. ഞാൻ കലാപരിപാടിയായിട്ട് മുമ്പോട്ട് പോയായിരുന്നു. പിന്നെ വേറൊന്നും പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. ഉള്ളതാണ്. അതിനുശേഷം ഞാനൊരു പ്രോഗ്രാമിന് വെച്ച് പരിചയപ്പെട്ടതാണ്. അല്ലല്ല, എൻ്റെ പ്രോഗ്രാം ഞങ്ങൾക്ക് എൻ്റെ വീട് അർത്തുങ്കൽ പള്ളിയുടെ പറ്റിയാണ്. പള്ളിയിൽ പെരുന്നാൾ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാമിൽ ഇവർ കിഴക്കുന്ന എല്ലാവരും ആ സമയത്താണ് വരുന്നത്. 8ാം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മെയിൻ പെരുന്നാൾ. ആ സമയത്ത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ വർത്താനമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയുടെ നമ്പർ മേടിച്ചു. ഇവർ പോയി. അതിനുശേഷം 2 പ്രാവശ്യം എൻ്റെ നമ്പറിലേക്കല്ല, എൻ്റെ പെങ്ങളെ കെട്ടിയേക്കുന്ന പുള്ളിയുടെ അനിയൻ്റെ നമ്പറിലോട്ട് വിളിച്ചു എന്നെ തിരക്കി. അതിനുശേഷം ഇവർ MLT നേഴ്സിങ്ങിന് പഠിക്കണം എന്ന് എനിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങൾ അവിടെ പോയി പെണ്ണ് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ് 2ും 2 കാസ്റ്റാണ്, അവർക്ക് താല്പര്യക്കുറവാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ഓണത്തിന് മുമ്പായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവളും അവളുടെ അമ്മയും കൂടി. പക്ഷെ അവർ വന്നത് അവളൊറ്റക്കാണ്. വന്നിട്ട് പറഞ്ഞ് ഞാനീ പോകുന്നില്ല, പ്രവീണിനോടൊപ്പം ജീവിക്കാനാണ് കാര്യം. എൻ്റെ വീട്ടിൽ ആകെ വിഷയമാണ്, എന്നെ തല്ലിയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പോകണ്ട. എൻ്റെ അച്ഛനും പറഞ്ഞു ഒരു പെങ്കൊച്ചിൻ്റെ ഭാവി കളഞ്ഞിട്ടുള്ള ജീവിതം വേണ്ട, ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്ക് 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത് MLT നേഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 23-24 വയസ്സ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇവിടെ വന്നു. പിന്നെ അവർ എല്ലാവരും സഹകരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും വന്നായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു പള്ളിയുടെ ഇതിൽ കെട്ടണ്ട, നിങ്ങളുടെ ഇതിൽ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് സമുദായ സംഘടനയുടെ പത്രിക മുറിച്ച് വിവാഹമായിട്ട് നടത്തി. ഇത് ആൽഫ. വീട്ടുകാർക്ക് ഇവൾ മുത്ത്, ഭർത്താവിനും നാട്ടുകാർക്കും മീര. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും പ്രണയിച്ചു വരിച്ച ഭർത്താവിനെയും നിഷ്കരുണം ഉപേക്ഷിച്ച് പുതിയ കാമുകനൊപ്പം ഒളിച്ചോടിയ ഈ യുവതിക്ക് കണ്ണു ചിമ്മുമ്പോൾ മാഞ്ഞു പോകുന്ന ഒരു സ്വപ്നം മാത്രമാണോ ജീവിതം? പുതിയ കാമുകനൊപ്പമുള്ള ഈ പുതുജീവിതം ഒരു പകൽക്കിനാവ് മാത്രമാണെന്ന് ആൽഫ തിരിച്ചറിയാൻ ഇനി എത്ര നാളുകൾ? ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ അത്യാവശ്യം അവൾ വന്നതിന് ശേഷമായിരുന്നു എൻ്റെ സാമ്പത്തികമാണേലും ഒരു നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞത് നമ്മുടെ വൈഫിനെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഒരു വണ്ടി എടുത്തു. എല്ലാവരും 2 വീലർ അല്ല 4 വീലർ തന്നെ എടുത്തു. പിന്നെ സമ്പാദിക്കുന്നതെല്ലാം അങ്ങോട്ട് അവളുടെ പേരിൽ തന്നെ കൊടുത്തിട്ടിരുന്നു. അവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത മോൻ ജനിച്ചതിന് ശേഷം മറ്റേ PPTC പ്രീ പ്രൈമറി ടീച്ചറായിട്ടുള്ളതിന് കോഴ്സിന് വിട്ടു. അതിനുശേഷം +2 വിഷയം എഴുതിയെടുത്താൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ അതിന് വിട്ടു. ഇത് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ എൻ്റെ മോന് 3 വയസ്സുള്ളപ്പോൾ ഒരു വഴക്കുണ്ടായതാഴിച്ചാൽ ഇങ്ങോട്ട് വഴക്കേയില്ല. അത് ഒരു സ്വർണ്ണപ്പണയെ ചീട്ട് കിട്ടിയതാണ്. കാര്യം ഇവക്ക് സ്വർണ്ണം പണയം വെക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇവരുടെ വീട്ടിൽ നിന്ന് 2 പവനാണ് മൊത്തം തന്നിരിക്കണേ. വേറൊരു സാധനം കണ്ടില്ല. പിന്നെ ഞാൻ മേടിച്ച സാധനം പണയം വെച്ച് ചീട്ട് കിട്ടിയപ്പോൾ എൻ്റെ ആവശ്യത്തിനും വെച്ചിട്ടില്ല, അവളുടെ ആവശ്യത്തിനും വെച്ചിട്ടില്ല. പക്ഷേ കള്ളത്തരം പറഞ്ഞു
അവളുടെ അമ്മക്ക് കൊടുത്തെന്ന് എൻ്റെ പറഞ്ഞു. അത് അമ്മേനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അമ്മായിമ്മേനെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് തന്നിട്ടില്ല മോനെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് നല്ല തല്ലുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരുത്തരുടെ പേര് പറയാൻ തുടങ്ങി. സംഭവം എൻ്റെ ഇരിപ്പുണ്ട് ചീട്ട്, പണയം വെച്ചതും എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് കൈ വെച്ചിട്ടാണ് ചോദിക്കണേ. അപ്പോൾ പിന്നെ അത്രയും കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. കാര്യം ആർക്കെങ്കിലും സഹായിച്ചാണെങ്കിലും എനിക്ക് പറയാം. കാര്യം അതിനകത്തൊരു ഒളിച്ചുവെപ്പിൻ്റെ ആവശ്യമില്ലാന്ന്. അതിലുണ്ടായ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഭാഗത്തെ തെറ്റാണ് എൻ്റെ ഭർത്താവിനെ തല്ലിയത്, മൂന്നാമതൊരാൾ ഇടപെടണ്ട, എനിക്ക് അതിനകത്തൊരു പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പണയം വെച്ചത് തെളിഞ്ഞ അവസാനം ആർക്കായിരുന്നു അത് എൻ്റെ പെങ്ങളുടെ ഭർത്താവിന് കൊടുത്തതാണ്. അപ്പോൾ പുള്ളി ഒരാഴ്ചക്കുള്ളിൽ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാ. പക്ഷേ എടുത്തു കൊടുത്തില്ല, അത് പേടിയായി പോയി പറയാനുള്ളത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വഴക്കുമില്ലായിരുന്നു. ഈ പോകുന്നതിന് നവംബർ 2-ാം തീയതി ആദ്യം പോണേ. അത് വീട്ടിൽ പറഞ്ഞത് ഇൻ്റർവ്യൂവിന് പോകണമെന്നാണ് പറഞ്ഞത്. സ്കൂളിൽ TTC കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ വിടിയല്ല, അതുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാൻ വർക്കിന് പോയേക്കുക. ഞാൻ തിരിച്ച് എന്നെ എപ്പോഴും വിളിക്കും. എന്നെ ഒരു ദിവസം എൻ്റെ കോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 50 മുതൽ 70 പ്രാവശ്യം വരെയും വിളിച്ചിട്ടുണ്ടോ. എന്നുവെച്ചാൽ എവിടെയാണ്, എപ്പോൾ വരും, വർക്ക് കഴിഞ്ഞില്ലേ, സാധനം മേടിക്കണം, ഇതൊക്കെ പറഞ്ഞ് വിളിക്കുള്ളൂ. അങ്ങനെയുള്ള ആൾ അന്നത്തെ ദിവസം വിളിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അവളുടെ ഫോൺ ഓഫാണെന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ. അപ്പോൾ അമ്മായിമ്മ അവളുടെ ചേച്ചിമാരൊക്കെ വിളിച്ചോണ്ടിരിക്കുക. മുത്തിനെ വിളിച്ചിട്ട് കിട്ടണില്ല, മുത്തെന്നാ വിളിക്കണം, മുത്തിനെ വിളിച്ചിട്ടില്ല, മുത്തിനെ വിളിക്കണം. അപ്പോൾ എനിക്കും സംശയമായി. കാര്യം വെച്ചാൽ വീട്ടിൽ വിളിച്ചപ്പോൾ ഇൻ്റർവ്യൂവിന് പോയെന്നും പറഞ്ഞു. എന്നോട് പറഞ്ഞ ഇവിടെ ഒറ്റക്ക് പോയെന്നാണ് പറഞ്ഞത്. ഞാൻ എല്ലാ സ്കൂളും തിരക്കി. അന്ന് ഒരു 7 മണി വരെ ഞാൻ ഒരു മണി ഉച്ച മുതൽ 7 മണി വരെ ഇവിടെ തിരക്കി. അരൂര് മുതൽ ആലപ്പുഴ ടൗൺ മൊത്തമുള്ള സ്കൂൾ, നേഴ്സറി സ്കൂൾ വരെയും കയറി ഇറങ്ങി. അപ്പോൾ ആർക്കും അറിയത്തില്ല, ഡേ കെയർ വൈകുന്നേരം വരെ ഡേ കെയറൊക്കെ കയറിയിട്ട് ആർക്കും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് ഈ സമയത്ത് പരീക്ഷ തീരാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം ഫൈനൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒരു സ്കൂളിൽ നടത്തത്തില്ല എന്ന് പറയും. പിന്നെ എനിക്ക് സംശയം, ഇനി ഫോൺ ഓഫ് കാലഘട്ടമാണ്, തട്ടിക്കൊണ്ടുപോയോ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അവരുടെ അമ്മായച്ഛനും അമ്മായിമ്മയും അവർ കുറേ ആങ്ങളമാരെല്ലാം കൂടെ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ താലി ഊരി വെച്ചിട്ടുണ്ട്, അത് മാത്രം വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സ്വർണ്ണം എടുത്തു. എന്നിട്ട് ലെറ്ററും ഉണ്ട്. എന്നെയും കുഞ്ഞുമക്കളെ രണ്ടിനെയും നോക്കണം, പ്രവീൺ ആത്മഹത്യ ചെയ്തു, ഞാൻ പോകുന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ട്. ആരുടെ കൂടെയാണെന്ന് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പോയത് ഞാൻ 2 മാസം ഇവരുമായിട്ട് പരിചയമുള്ളൂ. പക്ഷേ എന്നെക്കൊണ്ട് അളിയാന്ന് വിളിപ്പിക്കുകയും അവളുടെ സ്വന്തം ആങ്ങളെ ഇറക്കി വിട്ടതാണ്, അപ്പനെ അമ്മനെ ഇവരെയൊക്കെ. അങ്ങനെ ഇവളെ ആങ്ങളെയായിട്ട് കരുതിയെന്ന് പറഞ്ഞ് ഞാഞ്ഞി എന്നവർ വിളിക്കണത്. അങ്ങനെ ഞാഞ്ഞി എന്ന് വിളിക്കുന്ന ഒരുത്തൻ്റെ കൂടെയാണ് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായി. കാര്യം തിരക്കി ചെന്നു. അയാളെ എങ്ങനെ പരിചയാസ്ത്രീക്ക് ആ ചെറുക്കൻ്റെ തറവാട്ട് വീട്ടിലാണ് ഇവരുടെ അപ്പനും അമ്മയും വാടകയ്ക്ക് താമസിക്കണേ. ഓ, അപ്പം മുതലുള്ള പരിചയം. അപ്പം മുതലേ ഒരു 3 മാസത്തെ പരിചയം. ഓ. പക്ഷേ അതിനിടക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കാണാൻ പറ്റാത്ത പലതും അവരുടെ ആ പയ്യൻ്റെ മൊബൈലാണ് പോലീസുകാർ പിടിച്ച് എനിക്ക് കിട്ടണത്. ആ മൊബൈലിനകത്ത് ഒരു ഭർത്താവ് നിലയിൽ കാണാൻ പറ്റാത്ത എല്ലാ രംഗങ്ങളും ഞാൻ കണ്ടു. എന്നിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് 2ാം അമ്മയൊക്കെ നല്ലത് ആദ്യത്തെ തന്നെയാണെന്നുള്ളത് ഞാൻ പ്രവർത്തിക്കണ കലാഫീൽഡിൽ എല്ലാവരും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന തിരുത്തപ്പെടും, കാര്യം തെറ്റുപറ്റാത്ത മനുഷ്യനെന്ന് പറഞ്ഞു. ഞാൻ പോലീസിൽ അറിയിച്ചാണോ കിട്ടിയത്? പോലീസിൽ പോയി അർത്തുങ്ക സ്റ്റേഷനിൽ പരാതിയായി FIR എഴുതി. അവിടെ കൊടുത്തതും ഒരാളോടെ പോയെന്നല്ല ഞാൻ കൊടുത്തേ, ഇൻ്റർവ്യൂവിന് പോയ ആൾ മിസ്സിങ് ആയെന്നാണ്. അല്ലാതെ ഇവക്കോ അല്ലെങ്കിൽ ഒരു എത്തൻ്റെ ഭാവികളെനിക്കൊന്നും ഞാൻ ചെയ്യാൻ പോയില്ല. കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു, കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടുന്ന് അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് കൗൺസിലിങ്ങിന് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോടൊപ്പം അല്ലാണ്ട് ആരെയും കൂടെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ജഡ്ജിന് മുമ്പ് ഹാജരാക്കി. അവിടെ നിന്ന് നേരെ ഇവരെ ആലപ്പുഴ മഹിളാ മന്ദിരത്തിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭർത്താവായ ആൽഫയുടെ ഭർത്താവാണോ, ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു, സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രവീണിൻ്റെ കൂടെ പോരാൻ തയ്യാറാണ്, ഞാനാണ് തെറ്റുകാരി, എനിക്ക് തെറ്റ് പറ്റിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് പ്രവീൺ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ 9-ാം തീയതി നവംബർ 9-ാം തീയതി ചെന്ന് എൻ്റെ മോൾക്ക് 8-ാം തീയതി പിറന്നാൾ 9-ാം തീയതി ഇവരെ കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വരിക. അപ്പം അതിന് പുതിയ ഡ്രസ്സ്, മാല, അവനൊരു താലിമാല ഇട്ട് കൊടുത്തു പറഞ്ഞു. അതൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് പുതിയ താലിമാലയൊക്കെ മേടിച്ചു, പുതിയ ഡ്രസ്സെല്ലാം മേടിച്ച് അവിടെ നിന്ന് കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്നൊക്കെ എഴുതി കൊടുത്തു. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ എൻ്റെ സാധനങ്ങളും തിരിച്ചേൽപ്പിക്കണം, അവൻ്റേതായ സാധനങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ എഴുതി കൊടുത്തു. ഒരാഴ്ച മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലബാറിൽ അവരുടെ അമ്മാവൻ്റെ വീടുണ്ട്, അങ്ങോട്ട് പോയി.
ഞാനൊരു കാറെടുത്ത് അവിടെ ചെന്നു കൂട്ടിക്കൊണ്ട് പോനെ. പക്ഷേ ഇവള് തിരിച്ച് തൃശ്ശൂർ വന്നപ്പോൾ കുഞ്ഞിന് പനി കൂടുതലായിരുന്നു കാരണം മരുന്നൊക്കെ മേടിച്ച് നല്ല ഹീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞത് കൊച്ചിന് കൂടുതലല്ലേ, നമുക്ക് റൂം എടുത്തിട്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ രണ്ടാമത്തെ പോകാനാണെന്നൊരു ധാരണ എനിക്കുമില്ല. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് മാറിയ സമയത്ത് എന്നെ പണിക്ക് കൊണ്ടുപോകണ പുള്ളിക്ക് നിന്ന് ഒരു 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ കുടുംബശ്രീ സ്വാശ്രയം വകുപ്പിൽ അതെല്ലാം പാവങ്ങളുടെ പൈസ 1,00,000 രൂപയോളം അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു വൈഫ്. പക്ഷേ ഇപ്പം കടം മുഴുവൻ എൻ്റെ തലയിലേക്ക് വരുന്നോണ്ടിരിക്കുക. ഇവർ പോവുകയും ചെയ്തു. കുഞ്ഞിൻ്റെ കഴുത്തേ കിടന്നതും എൻ്റെ കഴുത്തേ കിടന്നതും സ്വർണ്ണമായിട്ട് പിന്നെ പൈസയായിട്ട് അന്ന് പോകുമ്പോൾ രണ്ടാം പോകുമ്പോൾ ഒരു 70,000 രൂപ ഉൾപ്പെടെ എടുത്ത് ഞങ്ങളെ റൂമിൽ പൂട്ടിയിട്ടു എന്നെ മക്കളെ. എന്ന് വെച്ചാൽ കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കണ്, മൂത്താൾ ഉറക്കി കിടത്തിയിട്ട് ഇളയ കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ടപ്പോൾ എന്നെ പറഞ്ഞു കുളിച്ചിട്ട് വാ, ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് അടുത്ത അച്ഛനും കൂടെ കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാക്കി ഞാൻ കുളിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ കയറിയ സമയത്ത് റൂം പുറത്തുനിന്ന് പൂട്ടി. എന്നിട്ട് കംപ്ലീറ്റ് പൈസയും കുഞ്ഞിൻ്റെ കഴുത്തേ കിടന്ന് കാതി കിടന്ന് എല്ലാ സ്വർണ്ണത്തിൻ്റെ മോളുടെ മൊത്തം ഊരിയെടുത്തു. എൻ്റെ മൊബൈൽ, എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന പൈസയും ഞാൻ വാടകയ്ക്ക് വീടെടുക്കാൻ വെച്ച പൈസയും കംപ്ലീറ്റ് എടുത്തു. പുറത്തുനിന്ന് പൂട്ടിയിട്ട് ആൾ പോയി. അവനുമായിട്ട് ഞാൻ ഇങ്ങനെ ഫൈബർ ഡോറ് വലിച്ച് അടിക്കുമ്പോൾ പൊട്ടി തുറക്കും. അങ്ങനെ തുറന്ന് പുറത്ത് വന്നപ്പോൾ ബൈക്കിൽ കയറി പോണു. പക്ഷേ ഇത് അവിടുന്ന് തൃശ്ശൂർ വരുന്നവരെയും ഇവരാരോ സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കാര്യം ഇല്ലെങ്കിൽ പാലായിലുള്ളൊരു പയ്യൻ രണ്ടാമതും തൃശ്ശൂർ വരെ, ഞങ്ങൾ തൃശ്ശൂർ റൂം എടുത്തത് അവരുടെ വീട്ടിലും എൻ്റെ വീട്ടിലും അറിയാവുള്ളൂ. കാര്യം വിളിച്ചിട്ടിരുന്നത് എൻ്റെ വീട്ടിലോട്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരുടെ വീട്ടിലും വിളിച്ചു പറഞ്ഞായിരുന്നു കുഞ്ഞിന് മേലാന്ന് കാരണം തൃശ്ശൂർ വടക്കുന്ന ക്ഷേത്രത്തിൽ റൂം എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ കറക്റ്റ് റൂമിൻ്റെ അവിടെ വാതിക്കെ ബൈക്ക് പോകുന്ന ആൾ. എന്നിട്ട് ഞാൻ പുറകെ ഓടി, കുഞ്ഞുമായിട്ട് ഓടി, കുറേ ഓടി, കൊച്ചുമായിട്ട് വീഴുകയൊക്കെ ചെയ്തു. പോലീസുകാരൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ടവലോടെ കൂടിയാണ് പോലീസുകാരൊക്കെ ചെല്ലണേ. ഞാൻ ചേട്ടൻ പറഞ്ഞു സാർ എനിക്ക് പോകാൻ മാർഗ്ഗമില്ല, വിളിക്കാൻ മാർഗ്ഗമില്ല, എൻ്റെ അച്ഛൻ്റെ നമ്പർ മാത്രമേ എനിക്ക് കാണാതെ അറിയാവുള്ളൂ, ഇന്ന പോലെ പറ്റിയിരിക്കുമെന്ന് പറഞ്ഞു. അവരവിടെ നിന്ന് FIRൻ്റെ എല്ലാമൊക്കെ എഴുതി എൻ്റെ മൊഴിയൊക്കെ എടുത്തു. എന്നെ മക്കൾ രണ്ടുപേരെയും ഈസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സെല്ല് പോലെ ഉള്ളൂ, അവിടെ കിടത്തിയിട്ട് സാറുമാരുമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ എല്ലായിടമൊക്കെ പോയി. ഇപ്പം അക്കൗണ്ടിലെ പൈസ ലാസ്റ്റ് എടുത്തത് എവിടെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത് ഊട്ടിയിലുണ്ടെന്നുള്ളതാണ്. പക്ഷെ മുഴുവൻ പൈസയും പോയി. ഇപ്പം എനിക്ക് മൊത്തം കടത്തില്ല. കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ പോലും ഞാൻ അവസ്ഥ ദയനീയമായിട്ട വന്നേ. വിലക്ക് പോകാൻ പറ്റില്ല. കാര്യം കുഞ്ഞിന് ആ പാൽ കുടിക്കുന്ന സമയമാകുമ്പോൾ ബഹളം തുടങ്ങും. അതിനെയും കൊണ്ട് നല്ല ബഹളമായി കഴിയുമ്പോൾ കാറ് കഴിയുമ്പോൾ കൊച്ചി പ്രശ്നമാകും. അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇന്നിപ്പോൾ എനിക്ക് വിലക്കും പോകാൻ പറ്റില്ല. എൻ്റെ ഉപ്പ് കൂറ്റിയാൻ പറഞ്ഞു പോയേക്കണേ. ഇത്രയില്ല, കട്ടർ കയറിയതാ. ഒരാളുണ്ടാക്കിയവനുണ്ട്. ഈ കാലിൻ്റെ അത് വെച്ചിരിക്കുകയാണോ ഉപ്പുറ്റിയുടെ അത്രയും ഭാഗം? അത്രയും ഭാഗം ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്യാനൊക്കില്ല, അത് മാംസം വരണം. സ്വാഭാവികമായിട്ട് അതങ്ങ് കൂടിച്ചേരണം. അത് കെട്ടിടം പൊളിക്കണ പരിപാടിയാണ്. സ്റ്റെയർ മറിഞ്ഞു പോയി. കട്ടർ കയറിയതാ. സ്റ്റിച്ച് ഇടാൻ പറ്റൂല, ചെതറി അത്രയും പോയി. ഇനിയിപ്പോൾ വന്ന് ചേരണം. ഇനിയിപ്പോൾ ഇരിപ്പതാ. മോൻ പഠിക്കുവാ 3ാം ക്ലാസ്സിൽ. എന്തുണ്ട് വീട്ടിൽ വേറെ വരുമാനം? ഞാൻ പോണം. ഇപ്പം മൊത്തം കട എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിലെല്ലാം ഇട്ടച്ച അവളുടെ പേരിൽ എല്ലാ കാര്യങ്ങളും വൈഫിനെ ഏൽപ്പിച്ചു. പോയപ്പോൾ 10 സ്വർണ്ണവും അക്കൗണ്ടിലെ പൈസയും അവരുടെയൊക്കെ നിർത്ത പൈസയും. ഈ കുഞ്ഞാണെങ്കിൽ ഒരു രക്ഷയില്ല. 2 വയസ്സുള്ള കുഞ്ഞിനിട്ടുണ്ട് പാടുപെടുക. വിലക്ക് പോകാൻ പറ്റാതെ എനിക്കിപ്പോൾ പ്രോഗ്രാം ഉണ്ട്. ഇതിപ്പോൾ ഏപ്രിൽ മാസം വരെയും കണ്ടിന്യൂസ് പ്രോഗ്രാം ഇട്ടുണ്ട്. അവിടുന്ന് അഡ്വാൻസ് മേടിച്ച പൈസ വരെയും ആൾ കൊണ്ടുപോയി. ഇനിയിപ്പോൾ വെറുതെ കളിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ കൊന്നു കളഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു ഞങ്ങളൊക്കെ ആ പൂട്ടിയുടെ സമയത്ത്. കാര്യം അതുപോലെ ഇപ്പോൾ കാര്യം അതിലെന്തൊരു മൊത്തം ആൾക്കാരും ഞങ്ങൾ ഒറ്റപ്പെടുത്തി ശത്രുക്കളെ പുലാവുക. കാര്യം ഞാൻ മേടിച്ച് എൻ്റെ കാര്യത്തിന് ഉപയോഗിച്ച പൈസയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാനത് തിന്ന് ഒരു അടുത്ത് എൻ്റെ മക്കളുടെയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കോ
ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അവളുടെ വീട്ടിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലും കൊടുത്തില്ല. അതാണ് ഏറ്റവും സങ്കടം. അവളുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും വാടക വീട്ടിൽ കിടക്കുക. അങ്ങനെ അങ്ങോട്ട് കൊടുത്താണെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചു, സഹതാപം കൊണ്ട് പോകുന്നു. അവനോട് എന്ത് സഹതാപം എന്ന് എനിക്കറിയില്ല. ഈ കുഞ്ഞുങ്ങളോട് അയാളുടെ പിന്നെ വീടും വീട്ടുകാരെയൊക്കെ അറിയാവുന്നവരെ അവരെല്ലാവരും പറയണത് അവർക്കാർക്കും അവനെ വേണ്ട. എന്നോട് കാണിച്ച് നിധിക്ക് താൻ എന്താണെന്ന് ചെയ്തോന്ന് അവർ വിളിച്ചു പറഞ്ഞു. 2 കുഞ്ഞുങ്ങളെ ഒരു കുടുംബം ഇല്ലാതാക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവർ പോയിട്ട് ഒരു ഭർത്താവിന് തല്ലിയേ ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ വൈഫിനെ സത്യം പറഞ്ഞാൽ കാല് പിടിച്ചെന്നുള്ളതാണ്. എന്നെ എല്ലാവരും വഴക്കിട്ടു. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നേ. ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്താൽ മതി, എന്നെ വിട്ടേരി. ഞാനൊരു കലാകാരൻ നിലയിൽ കള്ളു കുടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തോന്നിയ ദിവസം ജീവിതത്തിലാണെങ്കിൽ പോവാം. അതെല്ലാവരും ചോദിച്ചു. അവളോട് നിർത്തിക്കൊണ്ട് സ്റ്റേഷനിൽ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, പ്രവീൺ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ പുറകെ ഞാൻ പോകുന്നു. ആ തെറ്റ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയതാണ്. പക്ഷേ ഒരേ റൂം എടുത്ത സ്ഥലത്ത് തന്നെ പൂട്ടിയിട്ട് ഇങ്ങനെ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു. ഞാൻ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നതാണ് ഇത്രയും നഷ്ടങ്ങൾക്ക് പിന്നെയും കാരണമായെന്ന്. കേസ് രജിസ്റ്റർ ചെയ്തില്ലേ രണ്ടാമത്? തൃശ്ശൂരുണ്ട്. അവരിപ്പോൾ ഊട്ടിയിലുണ്ട്. ലാസ്റ്റ് പൈസ എല്ലായിടത്തും അവരുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് അറിഞ്ഞ കാരണം ഊട്ടിയിലേക്ക് പോലീസുകാർ പോയിരിക്കുവാണ്. അവരെന്നെ വിളിച്ചായിരുന്നു ഉച്ചയപ്പോൾ. അവിടെ ഞങ്ങൾ എല്ലായിടത്തും തിരക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ടില്ല. എന്നാണ് ഫോട്ടോസ് വേണം. ഞാനത് ഈ കാലും വെച്ചിട്ട് വന്നിട്ട് ഇതും വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഫോട്ടോ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു തൃശ്ശൂർ. അവരുടെ അപ്പനും അമ്മയും അതിന് പോലും ഇല്ല. അവരോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞു എനിക്ക് കാല് വയ്യ, പോലീസുകാരോട് ഒന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോരാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഏൽപ്പിച്ച് ഇവിടുന്ന് ആൾ പോയി അത് വേണ്ട അങ്ങനെ പോകാന്ന് പറഞ്ഞപ്പോൾ അവർക്കാർക്കും പോകാൻ കഴിയില്ല. അവർക്ക് നാണക്കേട് അങ്ങനെ അതുകൊണ്ടായിരിക്കും. അതോ അതിൻ്റെ ചിലവ് അവർ പോലീസുകാർ പറഞ്ഞത് വണ്ടി വിളിച്ചു പറഞ്ഞാൽ 10,000 രൂപ ആവും എന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അവർ ബസ്സിന് പോകാം, നിങ്ങൾ കൂട്ടത്തിൽ ചെന്നാമെന്ന് പറഞ്ഞു. അതിനും അവർക്ക് പോകാൻ കഴിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടായി. കാര്യം അവരും അടുത്ത് അടുത്തതായിരിക്കും. പിന്നെ ഇതിൻ്റെ മോശമായിട്ടുള്ളൊരു കേസിൻ്റെ പുറകെ പോകണമല്ലോ. എനിക്കിപ്പോൾ ഇനി അവളെ വേണമെന്നല്ല. കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചതാണ്. നല്ല രീതി വെച്ചാൽ ഞാനൊരു 6-7 വയസ്സുള്ളപ്പോൾ മുതൽ കലാപരിപാടിയായിട്ട് മാത്രം നിന്ന് എൻ്റെ വർക്കുമായിട്ടും. അപ്പോൾ ഒരു നല്ല നിലയിൽ തന്നെ പോയതാണ്. പക്ഷേ ഇന്ന് ആർക്കും എന്നെ തെറ്റായിട്ട് പറഞ്ഞതല്ല, പക്ഷേ എല്ലാവരുടെയും ഈ ഒരു സഹതാപം എന്ന് പറഞ്ഞിട്ടോ. ഇനി ഇപ്പോൾ പരിപാടിക്ക് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ വർക്കിന് പോകണമെങ്കിൽ ഉച്ചയാകുമ്പോഴേ വിളിക്കും. ഇന്ന് എൻ്റെ മോള് ഞാൻ 2 മണിക്ക് ഞാൻ വാരി കൊടുത്തിട്ടാണ് ചോറുണ്ട്. അതുവരെ അവിടെ ഇരുന്നു. ഇങ്ങനെയുള്ള കുഞ്ഞിനിട്ട് എനിക്ക് രാത്രിയിലെ പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല. സ്റ്റേജ് പ്രോഗ്രാം എല്ലാം നൈറ്റാണ്, പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ കാല് വയ്യാതുകൊണ്ട് ഈ കാല് ഉണങ്ങുന്ന വരെയും വർക്കിന് പോകാൻ പറ്റില്ല, ഇതിന് പോകാൻ പറ്റില്ല. ഇപ്പോൾ പ്രഷറിങ് ആയിക്കൊണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കടം കയറി വരും ഓരോരുത്തർ. അവരുടെ പലിശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കയറ്റി വെക്കും. ഇവളെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഒന്നും വേണ്ട. ഇതുപോലൊരു സാഹചര്യം ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം ഒരു ഭാര്യക്കും ഉണ്ടാവരുത്. കാര്യം അതുപോലെ ശിക്ഷ കിട്ടണം. ഇതാണ് കൂടെ പോയ ആളാണോ നിൽക്കുന്നത്? പ്രോഗ്രാമിന് പോണ പൈസ എനിക്ക് 700 രൂപ പ്രോഗ്രാമിന് പോയി കിട്ടുമെങ്കിൽ 700 രൂപ. പരിപാടി കഴിയുമ്പോൾ പറഞ്ഞ് വിളിക്കണത് ഫുഡ് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നു പറഞ്ഞാൽ ഫുഡ് മേടിച്ചിട്ട് ചെല്ലും. പണിക്ക് പോകണമെങ്കിൽ എനിക്ക് അരമണിക്കൂറല്ല 1 മണിക്കൂറേ പണിയുള്ളതിലും 1000 രൂപ 1200 രൂപ എനിക്ക് പണി കാശ് കിട്ടും. ബ്ലേഡ് കട്ടിങ് ആയതുകൊണ്ട് അതനുസരിച്ച് പൊടി തിന്നണം. പൊടിയാണ് ഈ വർക്ക് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യുമ്പോൾ. നമ്മുടെ ചിലവെന്ന് പറഞ്ഞത് കൂടിപ്പോയാൽ 50 രൂപ അല്ലെങ്കിൽ 60 രൂപ മാറും. ബാക്കി വൈഫിൻ്റെ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പോക്കറ്റ് ഇട്ടേക്കുകയാണെങ്കിൽ ഇന്ന കാര്യത്തിന് എടുത്തെന്ന് പറയണം. അല്ലാണ്ട് അത് എന്തിനെടുത്തെന്ന് പോലും ചോദിക്കാറില്ല. പിന്നെ ആൾക്ക് 1.5 വർഷത്തോളം ജോലിക്ക് പോയി. അവിടെ എത്ര ശമ്പളം കിട്ടിയെന്ന് ഞാനോ വീട്ടുകാരോ ചോദിച്ചിട്ട് പോലില്ല. കാര്യം അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോട്ടെ എന്നേ കണ്ടിട്ടുള്ളൂ. ഇത്തവണ പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തയ്യൽ പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മെഷീൻ എടുക്കാൻ വേണ്ട, തയ്യലും പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോൾ ആൾ തയ്യൽ മെഷീൻ പറഞ്ഞാൽ വീട്ടിലെടുത്തിട്ടുണ്ട്. 200 രൂപ വെച്ച് മാസം അടക്കുന്നുണ്ട്. ആൾ പോവുകയും ചെയ്തു. ഇനി അമ്മ പോയില്ല. ഇനി എൻ്റെ തലപ്പൊട്ടി തെറിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എന്നെ അനുവിനെ ഉറക്കി കിടത്തിയിട്ട്, ഇളയത് അൻവിത എന്ന പേര് അനുവിനെ വിളിക്കണേ, മോളെ ഉറക്കി കിടത്തിയിട്ട് ഇവന് പുസ്തകം കൊടുത്ത് വൈഫിൻ്റെ വീട്ടിൽ വെച്ച് കൊച്ചിനെ അകത്ത് കയറ്റി കഥ അടച്ചിട്ട് ഇവർ രണ്ടും കൂടി സിനിമ എനിക്ക് പറയാം സിനിമയിൽ കാണുന്ന പോലെയൊക്കെ അനച്ച എനിക്ക് ജനലിൽ കൂടെ കാണാമായിരുന്നു. അത് എനിക്കൊരു പെൺകുഞ്ഞായിനി. അതിനെ ഒരിക്കലും ഇനി ആ തളർകൂടെ വിടാനൊക്കെയല്ലേ എന്ത് വിശ്വസിച്ച് വിടാൻ പറ്റും? ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു, വീണ്ടും
ആ കൊണ്ടുപോയവൻ ഈ 2 മക്കളുള്ളവനെ കൊണ്ടുപോയത് ഈ കുഞ്ഞിനെ കിട്ടാക്കി പെൺകുഞ്ഞുങ്ങളാണ്. ഒരു സമയം കഴിയുമ്പോൾ ഇതിനെയും കൊണ്ടും പോകും. ഫൈബർ ഡോറ വെച്ചേക്കണേ. അതും ഞാൻ വലിച്ച് കുറച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പൊട്ടി പുറത്ത് വന്നത്. അപ്പോൾ ലെറ്റർ മാത്രമേ വെച്ചിട്ടുണ്ട്. സഹതാപം കൊണ്ട് എല്ലായിടത്തും ചോദിക്കണ ഒറ്റ ചോദ്യം ഇങ്ങനെയുള്ളൂ, സഹതാപം കൊണ്ട് പോകുന്നു. എന്നെ തിരക്കണ്ട, തിരക്കി കണ്ടുപിടിച്ചാൽ ഇനി എന്നെ കണ്ടുപിടിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പം അവളെ ആത്മഹത്യ ചെയ്യാനൊക്കെ പാടാണ് ഞാൻ ജീവിക്കണത്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.